ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നേച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻഡോമെട്രിയം തിക്നെസ്സിനെ പറ്റിയിട്ടാണ്. IUI ചെയ്തവരും അതുപോലെ തന്നെ IVF ചെയ്തവരും ഒക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേമായിരിക്കും എൻഡോമെട്രിയം എന്നുള്ളത്. ഈ എൻഡോമെട്രിയം എന്നുള്ളത് നിങ്ങളുടെ യൂട്രസിൻ്റെ വോളിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എൻഡോമെട്രിയം. ഇത് ഇന്നർ സൈഡിലായിരിക്കും കാണപ്പെടുന്നത് നിങ്ങളുടെ യൂട്രസിൻ്റെ. ഈ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചിട്ടാണ് നമ്മുടെ ഭ്രൂണം വളരുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിന് 2 ലെയറുണ്ട്. അതിൻ്റെ ഫങ്ഷണൽ ലെയറും അതുപോലെ തന്നെ ഇന്നർ സൈഡിലുള്ള വേറെ ഡെപ്തോട് കൂടിയിട്ടുള്ള ഒരു ലെയറും. ഈ ഫങ്ഷണൽ ലെയർ എന്ന് പറയുന്നത് നിങ്ങളിൽ ഓവുലേഷൻ സ്റ്റാർട്ടാകുന്നതോടുകൂടി ഈ ലെയർ ഉണ്ടാവുകയും ഓവുലേഷൻ കഴിഞ്ഞ് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടന്നിട്ട് ഇല്ല എങ്കിൽ ഈ ഫങ്ഷണൽ ലെയർ നിങ്ങളുടെ പീരിയഡ് ബ്ലഡിനോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു. അതായത് പീരിയഡ് ബ്ലഡിൻ്റെ കൂടെ ഈ ഫങ്ഷണൽ ലെയറും ഇല്ലാതായി പോകുന്നു. ദെൻ അടുത്ത് ഉണ്ടാകുന്ന ലെയർ നിങ്ങളുടെ യൂട്രസിൽ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ലെയറാണ്. അത് ഈ പീരിയഡ് ബ്ലഡിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അതിന് ഒരു 1 mm തിക്നെസ് നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഫങ്ഷണൽ ലെയർ നിങ്ങളിൽ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ അടുത്ത ഒരു ഓവുലേഷൻ സ്റ്റാർട്ടാകുന്ന സമയത്ത് ഈ എൻഡോമെട്രിയത്തിൻ്റെ സെക്കൻഡ് ലെയർ, അതായത് ഫങ്ഷണൽ ലെയർ ഡെവലപ്പ് ആവുകയും ദെൻ ഇംപ്ലാന്റേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഭ്രൂണം അതിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു. ഇനി എൻഡോമെട്രിയം തിക്നെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻഡോമെട്രിയം തിക്നെസ് എന്ന് പറയുന്നത് ഓരോ പേഴ്സണിലും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് കറക്റ്റ് റേഞ്ചായിട്ട് പറയുന്നത് 8 mm മുതൽ 15 mm വരെയാണ് ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് സെക്യൂറായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള എൻഡോമെട്രിയം തിക്നെസ് എന്ന് പറയുന്നത്. ദെൻ ഈ എൻഡോമെട്രിയം തിക്നെസ് നിങ്ങളിൽ കുറയ്ക്കാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫാക്ടർ എന്ന് പറയുന്നത് യൂട്രസിലോട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതാണ്. യൂട്രസിലോട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാകാത്തത് വഴി എൻഡോമെട്രിയം വളരുന്നതിനെ ഇത് സാരമായിട്ട് ബാധിക്കുന്നു. ഇത് പൂറായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ യൂട്രസിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി അല്ലാതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ടോ ആയിരിക്കും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ലെവലിൽ വരുന്ന ഇഷ്യൂസാണ്. ഈസ്ട്രജൻ ലെവൽ ശരീരത്തിൽ കറക്റ്റായിട്ട് ഇല്ലാതായി വരികയും ഈസ്ട്രജൻ ലെവൽ കുറയുകയും ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കുറയുന്നതിന് അത് കാരണമാവുന്നുണ്ട്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ, അതായത് ഇംപ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് പ്രൊജസ്ട്രോൺ ആണ്. അതായത് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വന്നു കഴിയുമ്പോഴും ഇത്തരത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടും നിങ്ങളിൽ എൻഡോമെട്രിയം തിക്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളിലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. നമ്മളുടെ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ സ്ട്രെസ്സ് മൂലം നിങ്ങളുടെ എൻഡോമെട്രിയം തിക്നെസ്സിനെ ഇത് അഫക്റ്റ് ചെയ്യാം. കാരണം ഈ സ്ട്രെസ്സ് നിങ്ങളിൽ ഉണ്ടാകുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നടക്കില്ല. നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെൻഷനായിട്ടിരിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് പോലെയും നിങ്ങൾക്ക് ഷിവറിങ് അനുഭവപ്പെടുന്നത് പോലെയും അതുപോലെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടാകുന്നതിന് അഫക്റ്റ് ചെയ്യുന്ന ഒന്ന് നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. ദെൻ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഡ്രഗ്സ് ഏതെങ്കിലും ഉപയോഗിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് മൂലവും ഉണ്ടാകാം. ഈ ഫെർട്ടിലിറ്റി ഡ്രഗ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിൽ ആ പ്രത്യുൽപാദനം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് മൂലമായിരിക്കാം. അപ്പോൾ നിങ്ങൾ IVF എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരാണെങ്കിലും ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാനായിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കുക. ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും പേഷ്യൻസിനെ അറിയാമെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉള്ള അല്ലെങ്കിൽ നല്ലപോലെ കെയർ ചെയ്യുന്ന നമ്മളുടെ സംസാരം തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഏതെങ്കിലും ഡോക്ടറെ പോയി നിങ്ങൾ കാണുക.
അങ്ങനെ നല്ല മെഡിസിൻ എടുക്കുന്നത് വഴി നമുക്ക് എന്താ പറയുക ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയധികം ഫാക്ടേഴ്സാണ് നിങ്ങളുടെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ എൻഡോമെട്രിയം തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതി, അതുപോലെ നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ എക്സസൈസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയം തിക്നെസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പലരും തന്നെ ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കുറയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്. കാരണം കുഞ്ഞ് ആ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരേണ്ടത് ഈ എൻഡോമെട്രിയത്തിൻ്റെ ആ വോളിൽ ഇരുന്നിട്ടാണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് തിക്നെസ് നിങ്ങളുടെ ആ വോളിന് ഇല്ല എങ്കിൽ കുട്ടിയെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ ഭ്രൂണത്തെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങളുടെ എൻഡോമെട്രിയത്തിന് ഇല്ലാതായി വരും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളിൽ ഏർലി മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ടാകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിയന്ത്രിച്ചു കൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, ദെൻ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ദെൻ ഫൈനലി നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നല്ലതുപോലെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് ഇംപ്രൂവ് ആയി കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. പലരും തന്നെ ഡെസ്പായി പോകുന്നുണ്ട്, എൻഡോമെട്രിയം തിക്നെസ് കറക്റ്റ് അല്ല, ഇനി എനിക്കൊരു അമ്മയാകാൻ സാധിക്കില്ലേ എന്ന് ഒരുപാട് സ്ത്രീകൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. കാരണം എൻഡോമെട്രിയം തിക്നെസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻഡോമെട്രിയം തിക്നെസ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എൻഡോമെട്രിയം തിക്നെസ് നമുക്ക് ഇംപ്രൂവ് ആക്കാനായിട്ട് എന്തെല്ലാം ഭക്ഷണ രീതികളൊക്കെ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻഡോമെട്രിയം തിക്നെസ്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോസിൽ പ്ലേലിസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. പ്രഗ്നൻസിയുടെ വീഡിയോസ് ആയാലും ട്രൈ ടു കൺസീവ് ആയിട്ടുള്ള വീഡിയോസ് ആയാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫോൾഡറിലാക്കിയിരിക്കുന്നത് ഒരു ട്രൈ ടു കൺസീവ് എന്നുള്ള പ്ലേലിസ്റ്റിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.